ഭക്ഷണം പോലും കഴിക്കുമോ എന്തോ. എന്ത് ചെയ്യും? ചേച്ചിയുടെ കുട്ടിയുടെ പിറന്നാളിന് ഒരാഴ്ചയേ ഉള്ളൂ. എന്തേലും കൊടുക്കണം. ഉടുത്തോണ്ട് പോകാൻ നല്ലൊരു സാരി കൂടിയില്ല. പാവം ആളെന്താ ചെയ്യാ? വെയിലും കൊണ്ട് നടന്ന്. വേണ്ട, ആളെ ബുദ്ധിമുട്ടിക്കണ്ട. ദൈവം വേറെന്തേലും വഴി കാണിച്ചു തരും. എന്താ എന്താ വേണ്ടേ? ഒന്നുമില്ല. നാരനേട്ടൻ എവിടെ? ഇവിടെ ഇല്ലല്ലോ. കച്ചവടത്തിന് പോയതാ. എന്തു പറ്റി? ഒന്നും പറ്റിയതല്ല. കുറച്ച് കാശിന്റെ ഇടപാടുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് വാങ്ങിച്ചതാ. പിന്നെ കണ്ടിട്ടില്ല. അതെങ്ങോട്ട് വന്നേ? അതെ, ആ പൈസയൊക്കെ നാരായണേട്ടൻ അവിടെ തന്നെ തരും. ഇവിടെ ഇപ്പൊ ഇല്ല. ശരി, വന്നൊന്ന് പറഞ്ഞാ മതി. അവന്റെ ഒരു പൈസയും അവന്റെ ഒരു നോട്ടവും. എനിക്ക് ഇവന്മാരുടെ നോട്ടവും പാവൊന്നും പിടിക്കണില്ല കേട്ടോ. നാരായണേട്ടൻ കൊണ്ട് വരട്ടെ. ചേട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഇന്നത്തെ ടിക്കറ്റ് ഒരെണ്ണേ ഉള്ളൂ. ചേട്ടൻ എടുക്കുന്നില്ലേ? നാളെ എടുക്കാം. ഇതില്ലേ മറ്റോടത്ത് കള്ളില്ല. അത് അടിപൊളി കള്ളാ, നല്ല കള്ള്. പലശന ഷാപ്പിലേ. കാലത്തണ്ടിട്ട് 2 കപ്പ് കള്ള്, അത് നിർബന്ധ. പിന്നെ കുളത്തിൽ പോയി ഒരു കുളിയും കഴിഞ്ഞ് ശരീരം ഫ്രഷ് ആയിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങാലോ. 60 ലക്ഷം രൂപയാണ് ചേട്ടാ. വേണ്ട, വയറ്റപ്പഴപ്പല്ലേ? ലാസ്റ്റ് ടിക്കറ്റ്. പരിപാടി കേട്ടാ പാലക്കാട്. അവിടെ ആരും ഇരിക്കുന്നേ? ഇല്ല, എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ. ഇനിയിപ്പോ തുണിയൊന്ന് അലക്കിയിട്ട് വരട്ടെ. അപ്പോഴേക്കും നാരായണേട്ടൻ എത്തും എന്തോ. പെണ്ണുങ്ങളെ കുളിക്കാനെടുത്ത് ഒഴിഞ്ഞു പോകുന്ന അവൻ എന്റെ കൈ കിട്ടിണ്ട്. അവൻ ആരായിരിക്കും? ഇനിയിപ്പോ ആരായാലെന്താ? ഓടിപ്പോയില്ലേ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സമാധാനത്തിലൊന്ന് കുളിക്കാൻ ഒരു ബാത്റൂം ഉണ്ട് അവിടെ. എത്ര നാളായി പറയുന്നു. ശരി, കാശ് വരട്ടടി. ബാത്റൂം ഒക്കെ നമുക്ക് പുതിയത് ഉണ്ടാക്കാന്ന്. ഇത് പറയാൻ തുടങ്ങിയിട്ടേ ഒരു വർഷമായി. ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ. നടക്കുവടി, നടക്കും. നടക്കും. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല. ഓ പിന്നെ. നാരായണേട്ടാ, എന്തായി എന്റെ പൈസ കാര്യങ്ങളോ? കാശൊന്നും മുന്നേ പറഞ്ഞല്ലേ. ടിക്കറ്റ് ഒക്കെ തരണല്ലേ പറ്റൂ.
പൈസ മേടിക്കുന്നതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. എടാ മോനെ ഇത് നോക്കി ഇത് കാശൊന്നുമില്ല. ഇതാ നിങ്ങൾ പൈസ മേടിക്കുമ്പോ എങ്ങനെയൊന്നുമല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് തീയതിക്ക് തിരിച്ചു തരണം പൈസ. നിങ്ങൾ എന്താ കാണിക്കുന്നത്? ലോട്ടറി വീട്ടിൽ കിട്ടിയിട്ടുണ്ടേ മോനെ. ഞാൻ തരാണ്ടിരിക്കുവോ? അടുത്ത ആഴ്ച തരാം. ശരിയെന്നാ. പലചരക്ക് കടയിൽ കാശ് കൊടുക്കണം, അടുത്തത് ലോൺ പൈസ വേണം, ലോട്ടറി കടയിൽ ബാലൻസ്. എന്നു തീരും എന്റെ ദുരിതം. ഓ മോനെ എന്താട്ടാ ലോട്ടറിയോ? കയ്യില് പൈസ ഇല്ല. അത് നോക്കണ്ടതാ മോൻ വെച്ചോ. ഔ കടയ്ക്ക് പോകാൻ വെച്ച പൈസയായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, മോൻ അടിക്കട്ടെ. വെച്ചോ. അമ്മ ചീത്ത പറയും, കടയ്ക്ക് പോകാൻ വെച്ച പൈസയാണ്. എന്താ എടുക്കടാ, ചെലപ്പോ അടിച്ചാലോ? ഇല്ല, ഒരെണ്ണം മതി, പൈസ ഇല്ലല്ലോ. എന്നാ ശരി, ബാക്കി ഇങ്ങടാ. ബാക്കി നിങ്ങൾ തന്നെ വെച്ചോ, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കട്ടെ. ഞാൻ അടിക്കട്ടെ മോൻ. ഹലോ ഹലോ, ആ ഇതിലെവിടെയാ? പറഞ്ഞോടാ. ഒന്നാം സമ്മാനം 75 ലക്ഷം. അതെ, അറിഞ്ഞോ? നാരായണ ലോട്ടറി അടിച്ചു. നാരായണേട്ടൻ ലോട്ടറി അടിച്ചു? ആ അതെ, അടിച്ചു. എപ്പോ? ഇന്നലെ ഉണ്ടായിരുന്ന 2 ലോട്ടറി ഇല്ലേ, അതിൽ ഒരെണ്ണം 75 ലക്ഷം രൂപ അടിച്ചു പുള്ളി. നീ അറിഞ്ഞില്ലേ അത്? ഇപ്പോഴാണ് ഇതൊക്കെ അറിയണേ. എന്ത് ഭയങ്കര സാധനമാണല്ലോ. ഞാൻ അയാളെ എന്തെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ആളെ. അതെയോ? ഓ ശരി എന്നാ. ഓക്കേ. എന്തായാലും വാ, എന്നിട്ട് കാണാം നമുക്ക്. ശരി. കണ്ട ഇനിയിപ്പോ എന്താ, നാരായണേട്ടൻ രക്ഷപ്പെട്ടില്ലേ? വീടും വെക്കാം, കാറും വാങ്ങാം, ബാക്കി പൈസ കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കും ചെയ്യാം. ഇനിയിപ്പോ പണം പലിശ കൊടുത്താലും ജീവിക്കല്ലേ എന്നതിലേ നാരായണേട്ടന്റെ കഷ്ടപ്പാട് ദൈവം കണ്ടുല്ലേ. അതെ, ഇനി പുള്ളിയോട് പണം പലിശക്ക് ചോദിക്കാം. എന്തേ? കച്ചവടം നിർത്തിണ്ടാവും. നമ്മുടെ കാശായില്ലേ, നീ റോഡിലൂടെ കാർ ഓടിച്ച് പോണാണോ? അതേതായാലും നന്നായി. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലൊരു ഒന്നാം സമ്മാനം കിട്ടിയത് അത് നാരായണേട്ടൻ. രക്ഷപ്പെട്ടു. കുറേയിലടാ കിടന്ന് കഷ്ടപ്പെടുന്നത്, സന്തോഷിക്കട്ടെ. ദൈവം അറിഞ്ഞു കൊടുത്താണ്. നിങ്ങൾ അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കാൻ ആളെ കൊണ്ട് ചെലവിപ്പിക്കാനുള്ള വഴി നോക്ക്. ഇനി നീ ആളെ വിളിച്ചിട്ട് വാ. ആ വിളിക്കാനൊന്നുമില്ല, ദേ വരുന്നുണ്ട്. ഇതാ, വന്നല്ലോ. ഇന്നത്തെ ഭാഗ്യം ഇതാ 75 ലക്ഷമാണ്. ഇതാ ഇതുകൊണ്ടേ, എല്ലാരും അവനാണ് ആദ്യം വേണം പറഞ്ഞത്. ഇതാ എല്ലാരും എടുത്തോ. ഇതാ ഇതാ എടുത്തോ മോനെ. ഇതാ 75 ലക്ഷമാണ്. ഇതാ വെറുതെ അല്ല ഞാൻ പറഞ്ഞത്. മേടിച്ചോ? മേടിച്ചോ? പൈസ നമ്പറിലൊന്നും ഒരു കാര്യമില്ലാതെ പൈസ എല്ലാരും എടുത്തോ. എടുത്തോ, ഇതാ എല്ലാരും എടുത്തോന്ന്. അപ്പൊ കച്ചവടം നിർത്തില്ല നാരായണേട്ടാ? ലോട്ടറി കച്ചവടം നിർത്താനോ? ഞാനോ? ഒന്നുമല്ലാതിരുന്ന എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ലോട്ടറിയാണ്. ഓ അത് ശരി. പിന്നെ ഈ ലോട്ടറി അടിച്ച കാശ് 4-5 കൊല്ലം കൊണ്ട് ദൂർത്തടിച്ച് നശിപ്പിക്കണോ? പിന്നെ ആരെയും പണിക്കിറങ്ങണോ? എന്റെ നിധിലെ, നീ ആരെയും വില കുറച്ച് കാണരുത്. പണം ഇന്ന് വരും, നാളെ പോകും. അത് വിചാരിച്ച് നീ ആരെയും വിലയിരുത്തല്ലേ. ദാ നീ തന്ന കാശ് പലിശ സഹിതം ഇതാ വെച്ചോ. സഹായിച്ചതിന് നന്ദി. ഇപ്പൊ പോയിട്ട് നമുക്ക് ഏകദേശം എത്ര മണിയാകുമ്പോ തിരിച്ചെത്താടി? ഓ അതൊക്കെ ഉടനെ വരാം. എനിക്കും തരും ഒരു ഒന്നാം സമ്മാനം. പിന്നെ ഡാ പിടിച്ചോളൂ. ശരി, ആയിക്കോട്ടെ.